അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. പുണ്യമാക്കപ്പെട്ട പവിത്രതകളേറെ നിറഞ്ഞ ഈ റമളാനിൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സ്വലാത്തിനെ പറ്റിയാണ്. അത്ഭുതകരമായിട്ടുള്ള സ്വലാത്ത്. ഈ സ്വലാത്ത് ആരെങ്കിലും ഒരു പ്രാവശ്യം ചൊല്ലാൻ തയ്യാറാണെങ്കിൽ, ഒരു പ്രാവശ്യം ഈ സ്വലാത്തിനെ ചൊല്ലിയാൽ 18 ലക്ഷം സ്വലാത്ത് ചൊല്ലിയവന്റെ പ്രതിഫലം അല്ലാഹു അവനക്ക് കൊടുക്കും. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് 18 ലക്ഷം സ്വലാത്ത് ചൊല്ലിയവന്റെ കൂലി അല്ലാഹു അവനക്ക് കൊടുക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള സ്വലാത്ത്. അതുമാത്രമല്ല ഈ സ്വലാത്തിന്റെ നേട്ടങ്ങൾ. ആ സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അവന്റെ ദുനിയവിയായ കാര്യങ്ങളും പാരത്രികമായ കാര്യങ്ങളും അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കും. ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കും. വലിയ മഹത്വമേറെ നിറഞ്ഞ സ്വലാത്താണ്. അധികം ആളുകളൊന്നും കേൾക്കാത്തൊരു സ്വലാത്ത്. 40,000-ഓളം സ്വലാത്തുകളുണ്ട്. 40,000-ഓളം സ്വലാത്തുകൾ. അതിലേറ്റവും മഹത്വമാക്കപ്പെട്ടൊരു സ്വലാത്ത്, മഹാന്മാരെ എണ്ണി പറഞ്ഞൊരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ സയ്യിദിയ മജ്ലിസിൽ നമ്മൾ പകർന്നു നൽകുന്നത്. ഈ പുണ്യമാക്കപ്പെട്ട ഈ റമളാനിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലിയാൽ 18 ലക്ഷമല്ല, അതിൻ്റെ അപ്പുറം സ്വലാത്ത് ചൊല്ലിയ കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയവൻ കൂലി അല്ലാഹു നമുക്ക് നൽകുന്ന സ്വലാത്ത് 18 ലക്ഷം മാത്രമല്ല, സാധാരണ ദിവസങ്ങൾ ചൊല്ലിയാൽ 18 ലക്ഷം. ഈ പുണ്യമാക്കപ്പെട്ട ഈ പവിത്രമാക്കപ്പെട്ട മാസത്തിൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അതിനേക്കാളും ഇരട്ടി പ്രതിഫലം നമുക്ക് കിട്ടുന്ന സ്വലാത്ത്. അതാണ് പറയുന്നത്, ഒരു സുന്നത്തെടുത്താൽ ഈ മാസത്തിൽ ഒരു സുന്നത്ത് നമ്മൾ എടുത്താൽ ഫർളിന്റെ പ്രതിഫലം കിട്ടുന്ന മാസം. ഫർളെടുത്താലോ ഇരട്ടി ഫർളിന്റെ പ്രതിഫലം കിട്ടുന്ന മാസം. ആ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ഈ സ്വലാത്തിന് നമ്മൾ ചൊല്ലണം. ഈ സ്വലാത്തിന് നമ്മൾ ചൊല്ലിയാൽ ധാരാളം നേട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നു ചേരുക. നിങ്ങളെ വലിയ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. വലിയ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. നമ്മളെ പ്രയാസങ്ങൾ മാറാൻ ഈ സ്വലാത്ത് മതി. നമ്മളെ കടങ്ങൾ വീടാൻ ഈ സ്വലാത്ത് ആത്മാർത്ഥമായി ചൊല്ലിയാൽ മതി. നമ്മളെ ആഗ്രഹങ്ങൾ പൂവണിയാൻ, ഒരു വീടുന്നൊരു ആഗ്രഹം പൂവണിയണമെങ്കിൽ ഈ സ്വലാത്ത് ചൊല്ലിയാൽ മതി. സന്താനലബ്ധിക്ക് വേണ്ടി മക്കളില്ലാത്തവർ നമ്മളെ മജ്ലിസ് കാണുന്നുണ്ട്. മക്കളില്ലാത്തവര് 5 വർഷമായി, 10 വർഷമായി, 15 വർഷമായി, 30 വർഷമായി തങ്ങളെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ലല്ലോ തങ്ങളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പറയുന്നവരുണ്ട്, സങ്കടം അറിയിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്തിന് നിങ്ങൾ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ നമ്മൾ ചൊല്ലിയാൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ മുഅ്മിനീങ്ങളെ, എത്രയും വേഗത്തിലായിരിക്കും അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുക. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് ഈ സ്വലാത്തിൽ നമ്മൾ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് ചൊല്ലാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. പിന്നീട് ഇങ്ങനെ ചൊല്ലി ഹബീബായ തങ്ങളെ റൗളാ ശരീഫിലേക്ക് അങ്ങ് ചൊല്ലി അങ്ങ് അയക്കന്നെ മുഅ്മിനീങ്ങളെ. നമ്മളെ പ്രയാസം പറഞ്ഞുകൊണ്ട്, നമ്മളെ ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട്, നമ്മളെ എടങ്ങേറ് പറഞ്ഞുകൊണ്ട്, നമ്മളെ മുറാദുകൾ പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി ഈ സ്വലാത്ത് ആരെങ്കിലും ചൊല്ലാനിരിക്കുകയാണെങ്കിൽ ഈ പവിത്രമാക്കപ്പെട്ട മാസത്തിൽ നമ്മൾ ചൊല്ലുക.
വെറുതെ പായാക്കണ്ട. ഈ മാസത്തിനെ മൊബൈലിൽ കളിച്ചുകൊണ്ട് മറ്റുള്ള ഷ്വാലിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ മാസത്തിനെ വെറുതെ തള്ളിക്കളയണ്ട. യൂട്യൂബില് പല ജാതി ബ്ലോഗ് കണ്ടുകൊണ്ട് റീൽസ് കണ്ടുകൊണ്ട് ഈ മാസത്തിന് നമ്മൾ സമയം പോകാൻ വേണ്ടി മാത്രം നമ്മൾ ചെലവഴിക്കണ്ട. എന്നെ പോയും പറയുന്നത് പോലെ പട്ടിണി കിടന്നതുകൊണ്ട് മാത്രം നമ്മളെ നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല. നമ്മൾ പട്ടിണി കിടന്ന് നമ്മൾ ഭക്ഷണപാനീയങ്ങളോ പദാർത്ഥങ്ങളോ ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്ന് നോമ്പാണെന്ന് പറഞ്ഞിട്ട് ഒരു ഇബാദത്തോ ഒരു നല്ല കാര്യം ഒരു ദിക്റോ ഒരു സ്വലാത്തോ അവൻ്റെ കയ്യിലില്ല. പിന്നെ അവൻ്റെ നോമ്പ് ആർക്കാണ് വേണ്ടത്? അവൻ്റെ പട്ടിണി ആർക്കാണ് വേണ്ടത്? അവനീ ഭക്ഷണം കഴിക്കാതെ നിൽക്കുന്നത് ആർക്ക് വേണം? ആർക്ക് വേണം അവൻ്റെ നോമ്പ്? ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിയ്യത്ത് ശരിയാവണം. നിയ്യത്ത് കറക്റ്റാണോ? നിയ്യത്ത് നമ്മൾ കറക്റ്റാക്കാൻ തീരുമാനിക്കണം. നമ്മുടെ നിയ്യത്ത് എന്തായിരിക്കണം? നിയ്യത്ത് വെച്ച് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി. അത് അല്ലാഹു തആലക്ക് ആകണമെങ്കിൽ, അത് അല്ലാഹുവിലേക്ക് ആവണമെങ്കിൽ നമ്മൾ ഈ നോമ്പെടുക്കുന്നതോടുകൂടി ഇങ്ങനെയുള്ള സ്വലാത്തുകളും ദിക്റുകളും നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല അമാലുകൾ, ഖുർആൻ പാരായണം, ഖത്മുകൾ പൂർത്തീകരിക്കുക, സ്വലാത്തുകൾ ചൊല്ലുക, ഔറാദുകൾ ചൊല്ലുക ചെയ്യേണ്ട മുഅ്മിനീങ്ങളെ. എന്നാലുള്ളൂ അല്ലാഹ്ക്ക് നിന്റെ നോമ്പിന് ആവശ്യമുള്ളൂ. നിന്റെ നോമ്പിന് ആവശ്യമുള്ളൂ. ഇബാദത്ത് ചെയ്തെന്ന് വെച്ച് എൻ്റെ മുഅ്മിനീങ്ങളെ നമ്മൾ ആരും സ്വർഗം പ്രതീക്ഷിക്കണ്ട കേട്ടോ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ സ്വർഗപ്രവേശനം ഉണ്ടാവുള്ളൂ. 500 വർഷക്കാലം ഇബാദത്ത് ചെയ്തൊരു മനുഷ്യൻ്റെ കഥ നിങ്ങൾക്കറിയോ? 500 വർഷക്കാലം എവിടെയാണ് ആ മനുഷ്യൻ? എവിടെയാണ് ആ മനുഷ്യൻ ഇബാദത്ത് ചെയ്തെന്നറിയോ എൻ്റെ മുഅ്മിനീങ്ങളെ? എവിടെയാണ് ആ മനുഷ്യൻ 500 വർഷക്കാലം ഇബാദത്ത് ചെയ്തത്? കടലിൻ്റെ നടുക്കിൽ പോയിട്ട് 500 വർഷക്കാലം അള്ളാഹ്ക്ക് വേണ്ടി ആ മനുഷ്യൻ ഇബാദത്ത് ചെയ്തു. ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനോട് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഇബാദത്തിന് നീ എനിക്ക് സ്വർഗം നൽകണം. ഞാൻ ചെയ്ത ഇബാദത്തിന് നീ എനിക്ക് സ്വർഗം നൽകണമല്ലോ. അപ്പൊ അള്ളാഹു ആ മനുഷ്യനോട് പറഞ്ഞു, നിന്റെ ഇബാദത്തിന് ഞാൻ സ്വർഗം നിനക്ക് നൽകില്ല, എന്റെ റഹ്മത്ത് കൊണ്ട് നിനക്ക് ഞാൻ സ്വർഗപ്രവേശനം നൽകാം. നിന്റെ ഇബാദത്തുണ്ടല്ലോ, 500 വർഷം നീ നിസ്കരിച്ച് ഇബാദത്ത് ചെയ്ത ഇബാദത്തിനുണ്ടല്ലോ ഞാൻ സ്വർഗം നൽകൂല. നീ നിസ്കരിച്ച നിസ്കാരത്തിന്, നീ നോറ്റു വീട്ടിയ നോമ്പിന് ഞാൻ സ്വർഗം നിനക്ക് നൽകൂല. എന്റെ റഹ്മത്ത് കൊണ്ട്, എന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് ഞാൻ വേണമെങ്കിൽ സ്വർഗം നൽകാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട, എന്റെ ഇബാദത്തിന് മാത്രമാണെങ്കിൽ ഞാൻ നിനക്ക് സ്വർഗം മതി. അപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിക്കാൻ മലക്കുകളോട് കൽപ്പിക്കുകയാണ്. മലക്കുകളോട് പറയാണ്, അദ്ദേഹത്തിന്റെ റൂഹിനെ ഉടനെ പിടിക്കണം. അങ്ങനെ അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിച്ചു. അദ്ദേഹത്തിന് മലക്കുകളോട് പറയുകയാണ്, മലക്കുകളെ, അദ്ദേഹത്തിന് നിങ്ങൾ നരകത്തിലേക്ക് തള്ളിയിടുക, നരകത്തിൽ കൊണ്ടുപോയിടുക. ഭയാനകരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അള്ളാഹു മലക്കുകളോട് പറയാണ്, അദ്ദേഹത്തിന് നിങ്ങൾ നരകത്തിലിട്ടോളി, അദ്ദേഹത്തിന് സ്വർഗ്ഗമില്ല. ആർക്ക് വേണം? 500 കാലം ഇബാദത്ത് ചെയ്ത മനുഷ്യന്റെ കഥ ഞാൻ പറഞ്ഞു നിങ്ങളോട്. അപ്പൊ നമ്മൾ ഈ നിസ്കരിച്ചെന്ന് വെച്ച്, നോമ്പെടുത്തെന്ന് വെച്ച് അള്ളാഹിന്റെ സ്വർഗം കിട്ടൂല. നമുക്ക് എന്ത് വേണം? അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് വേണം, കാരുണ്യം വേണം എൻ്റെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അവനെ മാത്രം തവക്കുൽ ചെയ്തുകൊണ്ട് ദിക്റുകൾ അധികരിപ്പിക്കുക, സ്വലാത്തുകൾ അധികരിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ നോമ്പെടുക്കുക. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പത്തിൽ റഹ്മത്ത് കോരിച്ചൊരിയുന്ന വിഭാഗത്തിൽ അല്ലാഹ് ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. അല്ലാഹ് നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. പിന്നീട് അദ്ദേഹം അള്ളാഹുവിനോട് പറയുകയാണ്, അല്ലാഹ് എനിക്ക് നരകം വേണ്ട, നിന്റെ റഹ്മത്ത് കൊണ്ട് എൻ്റെ സ്വർഗം എനിക്ക് മതി. നിന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗം മതി, എനിക്ക് നരകം വേണ്ട.
അപ്പോൾ അല്ലാഹു മലക്കുകളോട് പറയാണ്, അദ്ദേഹത്തിനെ സ്വർഗത്തിൽ കയറ്റുക, അദ്ദേഹത്തിനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക. അപ്പൊ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് സ്വർഗം ലഭിച്ചത്? അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട്. മുത്തുമിനീങ്ങളെ, അതുകൊണ്ട് കാരുണ്യം കരഗതമാക്കുന്ന മുത്തുമിനീങ്ങൾ, അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ, നീ ഉൾപ്പെടുത്തണേ തമ്പുരാൻ. അതുകൊണ്ട് നീ പട്ടിണി കിടന്നിട്ടോ നിന്റെ നിസ്കാരം കൊണ്ടോ അള്ളാന്റെ മുന്നിലേക്ക് ചെല്ലാൻ കഴിയൂല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലുള്ള ദിക്റുകള്, ഔറാദുകള്, സ്വലാത്തുകള്, ഖുർആൻ പാരായണം, ഇതും കൂടി ഒത്തൊരുമിപ്പിക്കുമ്പോഴാണ്. ഞാൻ 30 നോക്കലുണ്ട്, ഞാൻ 30 നോമ്പ് അനുഷ്ഠിക്കലുണ്ട്. കാര്യമുണ്ടോ? ഇല്ല, കാര്യമില്ല. പട്ടിണി ഇടുന്നോണ്ട് കാര്യമില്ല. നിസ്കാരങ്ങള് അതാത് സമയം ഖളാ ആവാത്ത രീതിയിൽ നമ്മൾ നിസ്കരിച്ച് വിട്ടണം. മുത്തുമിനീങ്ങളെ, ദിക്റുകള്, ഖുർആൻ പാരായണം, തറാവീഹ്, അത്തായം ഇതൊന്നും ഒഴിവാക്കരുത്. ഞാൻ കഴിഞ്ഞ മജ്‌ലിസിലൊക്കെ ഇതിൻ്റെ വിശദീകരണം ഞാൻ പറഞ്ഞതാണ്. അത്തായത്തിന് വലിയ ബർക്കത്തുള്ള സമയമാണ്. തറാവിയാണെങ്കിലോ ഏറ്റവും പ്രതിഫലമുള്ള സുന്നത്തുള്ള വലിയ ഇബാദത്താണ് ഇത് തറാവീഹ്. അതും നമ്മൾ പായാക്കരുത്. എല്ലാം ഒത്തൊരുമിപ്പിക്കുന്ന ഒരു രീതിയിലായിരിക്കണം നമ്മളെ നോമ്പും ഈ റമളാനും നമ്മൾ കഴിച്ചു കിട്ടണം. മുഅ്മിനീങ്ങളെ, റമളാൻ 30 കഴിയുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, നോമ്പനുഷ്ഠിച്ചു, ഞാൻ ദിക്റുകൾ ചൊല്ലി, ഞാൻ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി, ഇതുവരെ റമളാനിൽ ഞാൻ തറാവീഹ് ഇതുവരെ ഖളായിട്ടില്ല, തറാവീഹ് ഖളായിട്ടില്ല, ഞാൻ അത്തായം ഇതുവരെ എന്നിൽ നിന്ന് പായായിട്ടില്ല, എല്ലാ സുന്നത്തുകളും എല്ലാ ഇബാദത്തുകളും എല്ലാ ദിക്റുകളും ഞാൻ കരഗതമാക്കി എന്ന് പറഞ്ഞ് നമുക്ക് സ്വർഗം അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം. നിന്റെ റഹ്മത്ത് കൊണ്ട് എനിക്ക് നീ സ്വർഗം നൽകുക അല്ലാഹ്, നിന്റെ റഹ്മത്ത് കൊണ്ട് എനിക്ക് സ്വർഗം നൽകുക. അതുകൊണ്ട് നമ്മൾ പട്ടിണി കിടന്നിട്ടോ നോമ്പ് നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദിക്റുകൾ, ഈ സ്വലാത്തുകൾ, ഈ അത്ഭുതകരമായിട്ടുള്ള സ്വലാത്തിനെ നമ്മൾ ചൊല്ലണം. എൻ്റെ മുഅ്മിനീങ്ങളെ, ചൊല്ലി നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസങ്ങളിലുള്ള ഈ പവിത്രമാക്കപ്പെട്ട പുണ്യങ്ങളേറെ നിറഞ്ഞ ഈ റമളാനിനെ നീ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ തമ്പുരാനെ, നീ ചേർക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്, ഏതാണ് ആ സ്വലാത്ത്? ഏതാണ് അത്ഭുതകരമായിട്ടുള്ള സ്വലാത്ത്? ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ 18 ലക്ഷം സ്വലാത്ത് ചൊല്ലിയ കൂലി ലഭിക്കുന്ന സ്വലാത്ത്. സ്വലാത്തിനെ പറ്റി ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്താണ്? ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് നമ്മളെ പോയി മജ്‌ലിസിൽ ഉണർത്തുന്നത് പോലെ ധാരാളം ആളുകളാണ് നമ്മളെ മജ്‌ലിസിലേക്ക് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പല ഭാഗങ്ങളിൽ നിന്നായിട്ട്. ഇനി എന്നാണ് തങ്ങളെ കൺസൾട്ടിങ് ഉള്ളത്, എന്നാണ് നോട്ടമുള്ളത്? ഞങ്ങൾക്കൊന്ന് വരാനായിരുന്നു. ഞങ്ങളെ സങ്കടങ്ങൾ പറയാൻ ഞങ്ങൾക്ക് ഇത്തരത്തിലും ബുദ്ധിമുട്ടിലാണ്, ഇടങ്ങേറിലാണ്, വലിയ പ്രയാസത്തിലാണ്. ഇതെന്താണ് കാരണമെന്ന് നോക്കാൻ വേണ്ടിയാണ് തങ്ങളെ എന്നാണ് വീട്ടിലുണ്ടാകുക, എന്നാണ് കൺസൾട്ടിങ് ഉള്ളത്, റമളാനിൽ കൺസൾട്ടിങ് ഉണ്ടോ എന്നൊക്കെ നിരന്തരമായി ചോദിക്കുന്ന ആളുകൾ. ഇൻഷാ അല്ലാഹ് ഇനി കൺസൾട്ടിങ് ഉള്ള തിങ്കളാഴ്ച, അത് കഴിഞ്ഞാൽ വരുന്ന ശനിയാഴ്ച, എല്ലാ ശനിയും തിങ്കളും വീട്ടിൽ നോട്ടമുണ്ട്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞു വരാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ സകലമായ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി നമ്മൾക്ക് റാഹത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ജീവിതത്തിൽ വലിയ ബർക്കത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഈ പവിത്രമാക്കപ്പെട്ട മാസത്തിൻ്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിൻ്റെ ഹക്ക് ജാവ് ബർക്കത്ത് അല്ലാഹുവേ, നമ്മളെ സകലമായ പ്രയാസങ്ങളും മാറി അല്ലാഹു ഞങ്ങൾക്ക് റാഹത്ത് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങളെ പരിപൂർണമായ ശിഫ നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മജ്‌ലിസ് കാണുന്നവർക്ക് അല്ലാഹ് പ്രയാസങ്ങൾ കൊടുക്കില്ല അല്ലാഹ്. അവരെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ തമ്പുരാനെ. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എന്നെ സമീപിക്കുന്നവരുടെ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ ബുദ്ധിമുട്ടുകളെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ മുറാദുകളെ നീ ഹാസിലാക്കണേ തമ്പുരാനെ, നീ ഹാസിലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ സ്വലാത്ത്, അത്ഭുതകരമായിട്ടുള്ള സ്വലാത്ത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അല്ലാഹുവേ, ചൊല്ലാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വലാത്തിനെ പറ്റി പറഞ്ഞത്, അവിടുന്ന് പറഞ്ഞത് മൻ സ്വല്ല അലയ്യ ഫിൽ യൗമി മിഅത മറ, ആരെങ്കിലും 1000 പ്രാവശ്യം ഒരു ദിവസം സ്വലാത്ത് ചൊല്ലിയാൽ, ആരെങ്കിലും ഒരു ദിവസം 1000 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു ലഹു മിഅത ഹാജത്തുൻ, അവന്റെ 1000 ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കുന്നതാണ്. ആരെങ്കിലും ഒരു ദിവസം 1000 സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ 1000 ആഗ്രഹങ്ങള്, ഹാജത്തുകള് അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കും. എന്ത് ചോദിച്ചാലും അല്ലാഹു തരുന്നു. നമുക്ക് എവിടെയാണ് 1000 ഹാജത്ത് ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. നമുക്ക് ഏറിപ്പോയാൽ ഒരു 5 ഹാജത്ത് അല്ലെങ്കിൽ ഒരു 3 ഹാജത്ത് ഞാൻ പറയാം. ഇത് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. കടങ്ങൾ വീഴണം, കടങ്ങൾ വീഴണം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മകൻക്ക് ഒരു ഹൈറായ ജോലി ലഭിക്കണം, മകന്റെ വിവാഹം ഒന്ന് നടന്നു കാണണം, ഹൈറായ നിലയിൽ ഒരു ഹൈറായ ഒരു ഇണയെ മകൻക്ക് ലഭിക്കണം. നമ്മളെ 3ാമത്തെ ഹാജത്ത് ഒരു ഭവനം ഉണ്ടാവണം, ഒരു ഹൈറായ ഒരു ഭവനം ഉണ്ടാവാൻ, വീടുണ്ടാവാൻ. ഇങ്ങനെ ചുരുങ്ങിയ ചെറിയ ചെറിയ ഹാജത്ത് മാത്രമേ മുത്തുമിനികളെ നമുക്കുള്ളൂ. 1000 ഹാജത്ത് അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. ഒരു 1000 സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സ്വല്ല അലൈഹാ ഫിൽ യൗമി മിഅത മറ, ആരെങ്കിലും ഒരു ദിവസം 1000 സ്വലാത്ത് ചൊല്ലിയാൽ ഖലല്ലാഹു ലഹു മിഅത ഹാജത്തുൻ, അവന്റെ 1000 ഹാജത്തുകൾ അല്ലാഹു നിറവേറ്റി കൊടുക്കുന്നു. മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ല്. ഹബീബായ തങ്ങളെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ല്. മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്, ആരെങ്കിലും ഒരു ദിവസം 1000 സ്വലാത്ത് ചൊല്ലിയാൽ 1000 ഹാജത്തുകൾ അല്ലാഹു നിറവേറ്റി കൊടുക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സ്വലാത്തിന് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി. നമ്മൾ ഈ പറയുന്ന സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 18 ലക്ഷം സ്വലാത്ത് ചൊല്ലിയവന്റെ കൂലി അവനക്ക് ലഭിക്കും. ഏതാണ് അത്ഭുതകരമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള സ്വലാത്ത്? അത് മാത്രമല്ല, മരിക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ചേർക്കും. സ്വർഗത്തിന്റെ ഇരിപ്പിടം കണ്ടിട്ട്, സ്വർഗത്തിൽ നമ്മൾ എവിടെയാണ് ആ സ്ഥാനം, അത് കണ്ടിട്ട് മരിക്കാൻ മുത്തുമിനിങ്ങളെ. അതുമാത്രമാണോ? അതുമാത്രമല്ല, മരിക്കുന്ന സമയത്ത് മുഖം പ്രകാശിക്കും. എൻ്റെ മുത്തുമിനിങ്ങളെ, ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ മരിക്കുന്ന സമയത്ത് അവന്റെ മുഖം അങ്ങ് പ്രകാശിക്കും. ചില മയ്യത്ത് കണ്ടിട്ട് നമ്മൾ പറയാറുണ്ട്, ഓ എന്ത് പ്രകാശം, എന്ത് ഈമാൻ അയാളുടെ മുഖത്തല്ലേ, എടി ഖദീജ അവളുടെ മുഖത്ത് എന്തൊരു ഈമാൻ, അബൂബക്കറെ അവന്റെ മുഖത്ത് എന്തൊരു ഈമാനല്ല, അവന്റെ മുഖത്ത് കണ്ടിച്ച് ശ്രദ്ധിച്ച എന്തൊരു ഈമാൻ, ഒരു തെളിച്ച. അതെന്താണ് കാരണം? അവൻ ധാരാളം സ്വലാത്ത് ചൊല്ലിയവനാകും, അവൻ ധാരാളം ദിക്റുകൾ ചൊല്ലിയവനാകും. ഈ സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അവന്റെ മുഖം അങ്ങ് പ്രകാശിക്കും. ഒരു എപ്പോഴും കാണുന്ന മാതിരിയാവൂല, ഒരു പുഞ്ചിരിയും. ആ മുഖം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നാം. അതല്ലേ മഹാന്മാരായ പണ്ഡിതന്മാര് മരിക്കുന്ന സമയത്ത്, നമ്മൾ ജനാസ സന്ദർശിക്കാൻ പോകുന്ന സമയത്ത് മുഖം പ്രകാശിക്കുന്നതായി നമുക്ക് കാണാം. കാരണം എന്തേ? അവര് ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയവരാണ്. അവരെ ജീവിതത്തിൽ വലിയ ഔറാദുകൾ മുറുകെ പിടിച്ചവരാണ് മുത്തുമിനിങ്ങളെ അവര്. അതുകൊണ്ടാണ് അവരെ മുഖങ്ങൾ പ്രകാശിക്കുന്നത്. അതുപോലെ നമ്മളും മരണപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മളും മൗത്തായി കഴിഞ്ഞാൽ, നമ്മളെ മുഖം കണ്ടിട്ട് അബൂബക്കർ പറയണം, അല്ലെങ്കിൽ സാദിഖ് പറയണം, അല്ലെങ്കിൽ ഇബ്രാഹിം പറയണം, അല്ലെങ്കിൽ ഖദീജ പറയണം, അല്ലെങ്കിൽ ഫാത്തിമ പറയണം, അല്ലെങ്കിൽ റുഖിയ പറയണം, എന്തൊരു പ്രകാശമായിരുന്നടി അവളുടെ മുഖം, എന്തൊരു പ്രകാശമായിരുന്നടാ അവന്റെ മുഖം. പറയണം തൂമിനികളെ.
നമ്മളെ മയ്യത്ത് കണ്ടിട്ട് ഞാൻ ഒരു പറയണല്ലോ തുമ്മിനിങ്ങൾ, അല്ലാഹുവേ നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. ഇത് മാത്രമല്ല, ധാരാളം ധാരാളം ഗുണങ്ങളുള്ള സ്വലാത്താണ്. നമ്മളെ തെറ്റുകൾ പൊറുക്കപ്പെടും, നമ്മളെ കാര്യങ്ങൾ മുറാദുകൾ ഹാസിലാകും, നമ്മളെ വിഷമങ്ങൾ മാറും. എൻ്റെ മുത്തുമ്മിനീങ്ങളെ, വലിയ വിഷമങ്ങൾ മാറും, വലിയ ബുദ്ധിമുട്ട് ഇടങ്ങേറുകൾ മുസീബത്ത് മാറും. അത് മാത്രമല്ല, ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകും. അങ്ങനെ എണ്ണിയാൽ പറയാത്ത, എണ്ണിയാൽ തീരാത്ത നേട്ടങ്ങളാണ് എൻ്റെ മുത്തുമ്മിനീങ്ങളെ ഈ അമലിനുള്ളത്. അല്ലാഹുവേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, ജീവിതത്തിൽ പതിവാക്കാൻ ഈ സയ്യിദിയ മജ്ലിസിലിരിക്കുന്ന എൻ്റെ മുത്തുമ്മിനീങ്ങൾക്ക്, എൻ്റെ ഉമ്മമാർക്ക്, എൻ്റെ പെങ്ങന്മാർക്ക്, എൻ്റെ സഹോദരിമാർക്ക്, എൻ്റെ സഹോദരന്മാർക്ക് അല്ലാഹ് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഈ സ്വലാത്തിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, ജീവിതത്തിൽ പതിവാക്കാൻ, ഈ സ്വലാത്തിനെ ചൊല്ലി ചൊല്ലി ഹബീബായ തങ്ങളെ റൗള ശരീഫിലേക്ക് എത്താൻ അല്ലാഹ് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അവിടുത്തെ പൂമേനി ഒന്ന് മനാവിനൊന്ന് കാണാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ റമളാനിലൊന്ന് കാണാൻ, ഈ റമളാനിലൊന്ന് കാണാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ പാപം പതിഞ്ഞ പാദം മതാഫിലൊന്ന് നിർത്തി, ദുഃഖദോഷ ഭാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണിറയെ കഅബ കണ്ടു ഞങ്ങളെ നേതാവിൻ്റെ അടുക്കലൊന്ന് ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ ഈ സ്വലാത്തിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ കടം വീടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ മകനക്ക് ജോലി ലഭിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു വീടെന്ന സ്വപ്നം നിറവേറാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പൊ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങള്, എൻ്റെ സഹോദരി, എൻ്റെ സഹോദര, നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ സ്വലാത്തിനെ ചൊല്ലിക്കോ, ഈ സ്വലാത്തിനെ ചൊല്ലിക്കോ. ഏതാണ് ആ സ്വലാത്ത്? ഈ സ്വലാത്തിന്റെ ഗുണങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞു വന്നതാണ്. ഈ സ്വലാത്തിന്റെ ഗുണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഹൃദയം കൊണ്ട് തന്നെ ഒരു ആനന്ദമാണ് ചൊല്ലാൻ. അതുകൊണ്ട് പറഞ്ഞതാണ് എൻ്റെ മുത്തുമിനികളെ. അതുകൊണ്ട് നിങ്ങൾ ചൊല്ലണേ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ. ഏതാണ് ആ സ്വലാത്ത്? ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ എല്ലാവരും എൻ്റെ കൂടെ നിങ്ങളൊന്ന് ചൊല്ലാൻ ശ്രമിക്കാം. എന്നിട്ടൊരു 3 പ്രാവശ്യം നമുക്ക് ചൊല്ലാം. ആദ്യം നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് മെല്ലെ ചൊല്ല്. ഈ സ്ക്രീനിൽ ഫുള്ള് ഞാൻ കൊടുക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ചൊല്ല്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മി അത്താഹിർ ദക്കി സ്വലാത്തൻ തഹല്ലു ബിഹിൽ ഉഖദു വതഹഖു ബിഹിൽ ഖുറബു വഅലാ ആലിഹി വസഹബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക. ഇൻഷാ അല്ലാഹ് ഒന്നും കൂടി നിങ്ങൾ നോക്കിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മി അത്താഹിർ ദക്കി സ്വലാത്തൻ തഹല്ലു ബിഹിൽ ഉഖദു വതഹഖു ബിഹിൽ ഖുറബു വഅലാ ആലിഹി വസഹബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക. ഇൻഷാ അല്ലാഹ് ഒരു 3 പ്രാവശ്യം നമുക്ക് ചൊല്ലാം. എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ല്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മി അത്താഹിർ ദക്കി സ്വലാത്തൻ തഹല്ലു ബിഹിൽ ഉഖദു വതഹഖു ബിഹിൽ ഖുറബു വഅലാ ആലിഹി വസഹബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മി അത്താഹിർ ദക്കി സ്വലാത്തൻ തഹല്ലു ബിഹിൽ ഉഖദു വതഹഖു ബിഹിൽ ഖുറബു വഅലാ ആലിഹി വസഹബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മി
الطاهر الذكي صلاة تهلو به العقد وتحق به الكرب وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ഈ സ്വലാത്തിന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഒരു അത്ഭുതകരമായിട്ടുള്ള സ്വലാത്ത് ആരും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ 40,000 സ്വലാത്തുകളുണ്ട്. നിങ്ങൾ അറിയാത്ത, നിങ്ങൾ കേൾക്കാത്ത ധാരാളം സ്വലാത്തുകളുണ്ട്. ഇതൊരു മഹത്താക്കപ്പെട്ട സ്വലാത്താണ്. മഹാന്മാർ ഈ സ്വലാത്തിൻ്റെ ഗുണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞതായി നമുക്ക് കാണാം. അല്ലാഹുവേ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, ജീവിതത്തിൽ ദായിമാക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇരട്ടി പ്രതിഫലമാണ്. മുഅ്മിനീങ്ങളെ, അത് പായാക്കണമെങ്കിൽ ചൊല്ലാൻ കിട്ടണില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഈ കണ്ടത് ഞാൻ സ്ക്രീനിൽ എഴുതി അതുപോലെ അവിടെ സ്റ്റോപ്പ് ചെയ്താണ്ട് എഴുതിയെടുത്തിട്ട് ഞാൻ ചൊല്ലുന്നത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കേട്ട് ചൊല്ലി ബൈഹാട്ടാക്കുക. ആ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ സാധാരണയിൽ ചൊല്ലുന്ന സ്വലാത്തിന്റെ കൂട്ടത്തിലാണ് കൂട്ടിക്കൊടുക്കുക. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഈ മാസത്തിൽ ചൊല്ലുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, ഔറാദുകൾ, ഖുർആൻ പാരായണം, ഖത്മുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പുകൾ അല്ലാഹുവേ കുറ്റമറ്റ രീതിയിൽ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ എന്നും രാവിലെ സുബഹിക്ക് നമ്മളെ മജ്ലിസ്, ധാരാളം ആളുകൾ ആ മജ്ലിസിൽ പങ്കെടുക്കുന്നവരാണ്. ധാരാളം ആളുകൾ, ധാരാളം ദുആ വസിയത്തുകൾ. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ കൊണ്ട് തുടങ്ങുന്ന മജ്ലിസ്, ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ വിളിച്ച് തുടങ്ങുന്ന മജ്ലിസ്, ദിക്റുകൾ ചൊല്ലുന്ന മജ്ലിസ്, സ്വലാത്തുകൾ ചൊല്ലുന്ന മജ്ലിസ്, ഇസ്തിഗ്ഫാറുകൾ ചൊല്ലുന്ന മജ്ലിസ്. ഇൻഷാ അല്ലാഹ് ഒരിക്കലും നിങ്ങൾ പായാക്കണ്ട. അത്ഭുതകരമായിട്ടുള്ള ദിക്റുകളും ഈ റമളാനിൽ ചൊല്ലേണ്ട ദിക്റുകൾ, അത്ഭുതകരമായിട്ടുള്ള ദിക്റ്, തസ്ബീഹുകൾ, ഇസ്തിഗ്ഫാറുകൾ, സ്വലാത്തുകൾ, പിന്നീട് കൂട്ടമായിട്ടുള്ള ദുആ നമ്മളെപ്പോഴും പറയാറുണ്ട്. ധാരാളം ആളുകൾ ഇങ്ങനെ മജ്ലിസിൽ ആമീൻ ആമീൻ എന്ന് പറയുന്ന സമയത്ത് ഒരു ആബിദായ ഒരാൾ, അല്ലാഹനെ ഭയന്ന് ജീവിക്കുന്ന ഒരാൾ നമ്മളെ മജ്ലിസ്, ഒരാൾ മതി. അല്ലാഹു അദ്ദേഹത്തിന്റെ ദുആഇനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ആമീൻ എന്ന ആമീൻ അല്ലാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളതൊക്കെ മുതലായി. നമ്മൾ മോശക്കാരാണ്, നമ്മളെ അടുത്ത് ധാരാളം തെറ്റുകളുണ്ട്, പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മളെ ദുആഇനെ അല്ലാഹു സ്വീകരിക്കും. അപ്പച്ചി മനസ്സിൽ കരുതി, നിങ്ങൾ മനസ്സിൽ കരുതിയത് ഒരു വീട്, അല്ലെങ്കിൽ എൻ്റെ കടം നീങ്ങണം, അല്ലെങ്കിൽ എൻ്റെ പ്രയാസം നീങ്ങണം, അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ട് നീങ്ങണം, പൈശാചികമായ ഉപദ്രവം നീങ്ങണം, മകൻക്ക് ഹൈറായ വിവാഹം നടക്കണം, അവൻക്ക് ഹൈറായ ജോലി കിട്ടണം, ഭർത്താവിൻ്റെ ദുശീലങ്ങൾ മാറണം, എൻ്റെ രോഗങ്ങൾ മാറണം. ഇതൊക്കെയാണ് നിയ്യത്തെങ്കിൽ അത് അല്ലാഹു ഹാസിലാക്കി തരും. അത് അല്ലാഹു ഹാസിലാക്കി തരും. മുഅ്മിനീങ്ങളെ, എൻ്റെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരും. രോഗങ്ങൾ അല്ലാഹു ശിഫാക്കി തരും. അത്ഭുതം നടക്കുന്നതായിട്ട് കാണാം. മജ്ലിസിൽ ഇരുന്നതിൻ്റെ ഒരു അത്ഭുതമാണ് ഓരോരുത്തർ പല ഭാഗങ്ങളായിട്ട് നമ്മളെ വിളിച്ചറിയിക്കുന്നത്. നിങ്ങളെ മജ്ലിസിൽ നിൻ്റെ കാര്യം റെഡിയായി, എൻ്റെ മുറാദ് ഹാസിലായി. ഇന്നലെ ഒരു സഹോദരൻ എനിക്ക് വിളിച്ചിരുന്നു. ഒരു മിറാക്കിൾ, അത്ഭുതം അവർക്ക് സംഭവിച്ചത്. ഡോക്ടർമാർ വരെ കഴിയൊഴിഞ്ഞ ഒരു കേസ്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളുടെ ദിക്റുകളെ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകളെ നീ സ്വീകരിക്കണം അല്ലാഹ്. നീ കബൂലാക്കണം അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.